ഹലോ ഗൈസ്, മലയാളി 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഏത് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. IELTS കുറിച്ചിട്ടും സെൽഫ് കുറിച്ചുമാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും എങ്ങനെയാണ്, ഇതിൻ്റെ പർപ്പസ് എന്തിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ആണോ സെൽഫ് ആണോ? നിങ്ങൾ ഇമിഗ്രേഷൻ നോക്കുന്ന ഏത് രാജ്യത്തോട്ട് പോയാൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് അത് IELTS ആണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ കാനഡ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ കൂടെയാണ് സെൽഫ്. പക്ഷേ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് IELTS ആണ്. ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് IELTSന്റെ ഫോർമാറ്റ് ആണ്. IELTS രണ്ട് രീതിയിലാണ്, അക്കാഡമിക്കും ഉണ്ട്, ജനറലും ഉണ്ട്. ഇപ്പം നിങ്ങൾ കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ പഠിക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അക്കാഡമിക് ആയിരിക്കും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ. നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം PR-ന് അപ്ലൈ ചെയ്യാനാണെങ്കിൽ എന്ത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടും കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിരിക്കും. ഇനിയിപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാം എങ്ങനെയാണ്, എത്ര നേരമാണ്? 2.5 മണിക്കൂറാണ് IELTSന്റെ ടെസ്റ്റ് വരുന്നത്. ആ ടെസ്റ്റിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡിംഗ് ഉണ്ട്, ലിസണിങ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു 20 മിനിറ്റ്, അതായത് 20 മിനിറ്റ് നിങ്ങൾ ഇൻ പേഴ്സൺ ആയിട്ട് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്ന സ്പീക്കിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലും ചെയ്യാം, ഓഫ്ലൈനിലും ചെയ്യാം. അതായത് നിങ്ങൾക്ക് പേപ്പർ ചെയ്യണം, പേപ്പർ ചെയ്യാൻ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിലും ചെയ്യാം. പക്ഷേ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ആണ്. സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ കാനഡയിൽ എത്തിക്കഴിഞ്ഞിട്ട് കാനഡയിലെ ഇമിഗ്രേഷൻ പർപ്പസിന് മാത്രമേ സെൽഫ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറാണ് നിങ്ങളുടെ ടെസ്റ്റ്. അത് 3 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ റീഡിങ്, നിങ്ങളുടെ റൈറ്റിങ്, നിങ്ങളുടെ ലിസണിങ്, നിങ്ങളുടെ സ്പീക്കിംഗ് ഇത് മൊത്തം കഴിയും. ഇത് മൊത്തം ചെയ്യുന്നത് ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിയോടല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ സിസ്റ്റത്തിനോടായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് IELTSനേക്കാളും ഇച്ചിരി കൂടെ എളുപ്പമാണ് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാന്നൊക്കെ. അതൊക്കെ എൻ്റെ കയ്യിലല്ല, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് റിസർച്ച് ചെയ്യുക. ഒരുപാട് യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് IELTS ആണെങ്കിലും സെൽഫ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഞാൻ പേഴ്സണലി ഒരു 3 തവണ IELTS എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1 തവണ അക്കാഡമിക്കും 2 തവണ ജനറലും. എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോറിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 9 ആണ് നിങ്ങളുടെ ബാൻഡ് വരുന്നത്. അപ്പം കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും നിങ്ങൾക്ക് CRS പോയിന്റ് അല്ലെങ്കിൽ PR-നുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. റീഡിംഗ് ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും പാടുള്ളത്. എന്നാൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് റീഡിംഗ് ആണ്. പുകച്ചം പറയുന്നൊന്നുമല്ല കേട്ടോ, വേറൊന്നുമല്ല, ഞാൻ പഠിച്ചങ്ങനെയാണ്. അതൊക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സംസാരിച്ച് ശീലമില്ലെങ്കിൽ സംസാരിക്കുക, ഇംഗ്ലീഷ് സിനിമകൾ കാണുക. പിന്നെ ഒത്തിരി നിങ്ങൾക്ക് ഇത് കിട്ടും, മറ്റേ എന്നാ പറയുന്നത്, റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെടുത്ത് നോക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ നല്ല നല്ല ഇംഗ്ലീഷ് സിനിമകൾ കാണുക, കേൾക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് മുമ്പ് 1 മാസം മുമ്പ് തൊട്ട് എല്ലാ ദിവസവും ഇരുന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൊണ്ട് എളുപ്പമായിരിക്കും. പിന്നെ റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഗ്രാമർ നന്നായിട്ട് നോക്കുക. പെട്ടെന്ന് ഒറ്റയടിക്ക് ഗ്രാമർ പഠിക്കാൻ പറ്റത്തില്ല. നാട്ടിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ ഇനിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, IELTSന്റെയും സെൽഫിപ്പിൻ്റെയും എത്ര രൂപ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 CAD, അതായത് 300 കനേഡിയൻ ഡോളറാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് തന്നെ എടുക്കുക, രണ്ടിനും ഒരേ ഫീസാണ്. പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ IELTS ചൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ആൾക്കാർ സെൽഫ് ചൂസ് ചെയ്യുന്നു, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം, അതായത് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കംഫർട്ടബിൾ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെൽഫ് ആണെങ്കിൽ നോർത്ത് അമേരിക്കൻ ആക്സെൻ്റ് ആയിരിക്കും വരുന്നത്. ഇനിയിപ്പം IELTS ആണെങ്കിൽ വരുന്നത് ബ്രിട്ടീഷ് ആക്സെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ കാനഡയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആക്സെൻ്റ് എന്ന് പറയുന്നത് സെൽഫ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഉള്ള അടുത്ത കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡേറ്റ് വേണം. കാരണം ഇപ്പോൾ വർക്ക് പെർമിറ്റിലോട്ട് കയറുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് IELTS എഴുതണം. അല്ലെങ്കിൽ PR-നൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ IELTS വേണമെങ്കിൽ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡേറ്റ് കിട്ടുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൽഫ് ആണ്. IELTS ആണെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് കിട്ടാതിരിക്കത്തൊന്നുമില്ല. അതെ, നിങ്ങൾ ഇതിൽ കയറിയിട്ട് കറക്റ്റായിട്ട് ലൊക്കേഷനൊക്കെ നോക്കി കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഡേറ്റ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നൊരു കാര്യം, IELTS എഴുതിയവർ കാണും, നിങ്ങൾക്ക് സെൽഫ് എഴുതിയവർ കാണും, കൂട്ടുകാരോ ഫ്രണ്ട്സോ അറിയാവുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരോടൊക്കെ ഇത് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതെടുത്തിട്ട് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ട് ഒരു അലക്കങ്ങ് അലക്കുക.
ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും മലയാളി 360 വരുന്നതായിരിക്കും. ലാസ്റ്റ് ആയിട്ട് ഒരു അഡ്വൈസും കൂടെ തരാം. IELTS ആണോ സെൽഫ് ആണോ എടുക്കേണ്ടത്? കുറേ പേര് ചോദിക്കുന്നുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ആയിരിക്കും എളുപ്പം. ഞാൻ പേഴ്സണലി സെൽഫ് ചെയ്തിട്ടില്ല, IELTS ആണ് ചെയ്തേക്കുന്നത്. അപ്പം എന്നാണെങ്കിലും നിങ്ങൾ സെൽഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. IELTS ആണ് എഴുതിയിരിക്കുന്നത് അതും കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ PR ഒക്കെ കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേജിലൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മലയാളി 360 സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ഗുഡ് ബൈ.